റോമലേഖനം 12:12 പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. പ്രാർത്ഥനയിൽ സ്ഥിരത. പ്രാർത്ഥന മുറിഞ്ഞു, ഒരു ദിവസം പ്രാർത്ഥിക്കുന്നു, വേറെ ദിവസം പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ വരരുത്. ഈ പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. അപ്പോൾ ചിലരുണ്ട് നല്ല അവർ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരിക്കലും അവർ മാറിപ്പോകുന്നില്ല. അപ്പോൾ അത് ഉറച്ചു നിൽക്കുകയാണ്. കാരണം പ്രയർ ലൈഫ് എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നവും നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണം, അതുപോലെ നമ്മുടെ ജപമാല പ്രാർത്ഥനകൾ, യാമപ്രാർത്ഥനകൾ, അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, അത് മുടക്കം കൂടാതെ ചിലരൊക്കെ ഉണ്ട് രാവിലെ 3 മണിയാകുമ്പോൾ എഴുന്നേറ്റിരുന്ന് അവർ പ്രാർത്ഥിക്കും. ഒരു കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ അത് എന്തെല്ലാം പ്രശ്നങ്ങളും ലോകം ഇടിഞ്ഞു വീണാലും എന്തെല്ലാം പ്രതിസന്ധികൾ ലോകത്ത് എന്തെല്ലാം മാറ്റം, അവരുടെ പ്രാർത്ഥനയിൽ സ്ഥിരമായുള്ള പ്രാർത്ഥന, അതിനകത്ത് അത് മാറ്റം വരുത്താതെ ഉറപ്പോടുകൂടി ദൈവവചന വായന, ദൈവവചന പഠനങ്ങൾ, കുമ്പസാരങ്ങൾ, ഇതെല്ലാം സ്ഥിരതയോടെ എന്നും അതിൽ നിലനിൽക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോൾ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലരുണ്ട് പ്രാർത്ഥന ഉപേക്ഷിക്കും, പ്രാർത്ഥനയും ദൈവബന്ധമൊക്കെ ഉപേക്ഷിക്കും, നിരാശയിലോട്ട് പോകും, മറ്റു വഴിമാറി ചിന്തിക്കും, മറ്റ് പാപത്തിൻ്റെ വഴികളിലൂടെ പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ പോകാതെ എന്തെല്ലാം ക്ലേശങ്ങൾ, ജീവിതത്തിൽ ദുരിതങ്ങളാകാം, രോഗങ്ങളാകാം, മക്കളുടെ പീഡ, മക്കൾക്കുണ്ടാകാം തകർച്ചകളാകാം, മാനസിക പീഡ, അങ്ങനെ പലത് എന്തു വന്നാലും അപ്പം അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൂശിതനായ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ആവശ്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള വേദനിക്കുന്ന ആളുകൾ, പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് ആളുകൾ വരുമ്പോൾ അവരെ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നമ്മളവരെ സഹായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവരും സഹായിക്കും. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുമ്പോൾ, മക്കളെ സ്നേഹിക്കുമ്പോൾ ഒരുപാട് ക്ലേശങ്ങളും ദുരിതങ്ങളുമാണ്. പക്ഷേ അതിനെല്ലാം പ്രതിഫലം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഒരിക്കലും മനുഷ്യരിൽ നിന്നല്ല നമുക്ക് പ്രതിഫലം കിട്ടാൻ പോകും. നമ്മൾ ആരെല്ലാം ശുശ്രൂഷിച്ചോ, ആർക്കെല്ലാം നന്മ ചെയ്തോ, അതിനെല്ലാം പ്രതിഫലം അന്ത്യദിനത്തിൽ നമുക്ക് തരുന്നത് നമ്മുടെ കർത്താവായ യേശു മിശിഹ മാത്രമാണ്. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ നയിക്കേണ്ടത്. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വചനം അതും വളരെ പ്രധാനപ്പെട്ട. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ, അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവാൻ, നിങ്ങൾ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഈശോ കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിക്കുന്ന സമയങ്ങളിൽ ഈശോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഭവം നമുക്കറിയാം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ദ്രോഹിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. ഇന്ന് ഈ ആളുകൾ ഏറ്റവും ദ്രോഹിക്കുന്ന മറ്റുള്ളവരെ നാവ് കൊണ്ടാണ് കുറ്റം പറഞ്ഞ്, അപവാദം പറഞ്ഞ്, നുണക്കഥകളുണ്ടാക്കി, നുണ പ്രചരണങ്ങൾ നടത്തി, അങ്ങനെ അപവാദമൊക്കെ പറഞ്ഞാണ് ആളുകൾ ഒരുപാട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്. അപ്പം അങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ദ്രോഹിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ സൽപ്പേര് കളയുന്നു, നമ്മുടെ കുടുംബ സമാധാനം കളയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ മറ്റുള്ളവർ വഴിവിട്ട ബന്ധങ്ങളിലൂടെ മാറ്റിക്കൊണ്ടു പോകുന്നു, അല്ല ജീവിത പങ്കാളിയുമായിട്ട് വഴിവിട്ട ബന്ധങ്ങൾ ചില ആളുകൾ സൂക്ഷിക്കുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലതരത്തിൽ നമ്മുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ഒക്കെ നമ്മെ പീഡിപ്പിക്കുന്ന ആളുകളെ അനുഗ്രഹിക്കുവാനെന്നാണ് ഈശോ പറയുന്നത്. വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. റോമലേഖനത്തിൻ്റെ 12:20-21 നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും. ഇപ്പോൾ ബൈബിളിൽ ഇപ്പോൾ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും. ഇപ്പോൾ ഇത് അല്ലാതെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നൊരു തിയറി പണ്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം, യഹൂദരുടെ പാരമ്പര്യത്തിൽ അവർ പറയുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അപ്പോൾ പ്രതികാരം ചെയ്യുക, പ്രതികരിക്കുക. പക്ഷേ ഇവിടെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. തിരുസഭ എപ്പോഴും എടുക്കേണ്ട പോളിസി അതാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ശൈലി അതാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്നാണ് ഈശോ പറയുന്നത്. അതാണ് പരിശുദ്ധന്മാരുടെ സ്വരൂപം. അതുകൊണ്ട് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും ജലം കൊടുക്കുക. നമ്മൾ ദ്രോഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശിരസിൽ നമ്മൾ തീക്കനൽ കൂട്ടുക, പരിശുദ്ധാത്മാവിന് കൊടുക്കുക, പരിശുദ്ധാത്മാവിന് പ്രവർത്തനം ഉണ്ടാകുകയാണ്. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനത്തിൽ ആദ്യ പെന്തക്കോസ്താ ദിനത്തിൽ ശിഷ്യന്മാരുടെ മേൽ തീക്കനൽ, തീനാളങ്ങൾ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു. അപ്പം തീനാളങ്ങൾ, തീക്കനൽ, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ നിൻ്റെ ശത്രുവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ലോകത്തിലുള്ള ആളുകൾ ഇന്ന് തിന്മ കൂടുന്നു, കാരണം അവർക്ക് പരിശുദ്ധാത്മാവ് അവരെ അനുഗ്രഹിക്കുന്നില്ല, അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മളെ
വേദനിപ്പിക്കുന്ന, നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മളെ ശപിക്കുന്ന, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന, നമ്മളെ ചെറുതാക്കുന്ന, നമ്മളെ അവഹേളിക്കുന്ന ചുറ്റുമുള്ള ആളുകളെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ, കള്ള കേസുകൾ കൊടുക്കുന്നവരാകാം, അല്ലെങ്കിൽ നമ്മൾ കോടതി കയറ്റുന്നവരാകാം, നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുന്നവർ, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങണം. അപ്പോഴാണ് അവരുടെ ശിരസിൽ തീക്കനൽ കൂട്ടുന്നത്. അപ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. അതല്ലെങ്കിൽ അവർക്ക് മനസ്സാന്തരം ഉണ്ടാകത്തില്ല. നമുക്കറിയാം മനസ്സാന്തരം ഉണ്ടാകത്തില്ല. നമുക്കറിയാം ഈശോയുടെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തുന്ന പടയാളി, അതിന് ശേഷം അവന് മാനസാന്തരം ഉണ്ടാകുന്നതായിട്ട് ബൈബിൾ പറയുന്നല്ലേ. അപ്പം അതിൻ്റെ കാരണം എന്താ? ഈശോ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവ് ഇവർ ചെയ്യുന്ന ഇവരെ അറിയുന്നു, ഇവരോട് ക്ഷമിക്കണം. അപ്പോൾ ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവരെ അനുഗ്രഹിക്കുന്നു, ശത്രുക്കൾക്ക് വേണ്ടി, പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മളെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ അവർക്ക് മാനസാന്തരം, അവർക്ക് ചേഞ്ച്, അവർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അപ്പോൾ ശത്രുക്കളോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാകണം. റോമാലേഖനം 12:14 നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ്. നമ്മൾ ദ്രോഹിക്കുന്നവരെ ശപിക്കുക, നശിച്ചു പോകണമെന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാക്കുകളും പദങ്ങളും ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ശപിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഉപദ്രവമായിട്ട് വരുമെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ അത് ആ ശാപവാക്കുകളൊക്കെ നമുക്ക് ഉപദ്രവം. അപ്പോൾ നേരെ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ മറ്റുള്ളവരെ ശപിക്കുമ്പോൾ ആ വാക്ക് നമ്മളെയും കൂടെ ബാധിക്കും. അത് ഇരുതല വാള് പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ നാശം വിതയ്ക്കും. അപ്പോൾ നമ്മൾ മോശമായ വാക്കുകൾ, ചീത്ത വാക്കുകൾ, തെറിവാക്കുകൾ ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ ശപിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട്സ്, അതിൻ്റെ പരിണിത ഫലം നമുക്കും കൂടെ അതുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, അനുഗ്രഹത്തിൻ്റെ പവർ മനസ്സിലാക്കുക. അതാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ ദൈവം അബ്രാഹത്തോട് പറയുന്നതും, അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുക്കും അവരനുഗ്രഹമാകാൻ. നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറയുക. അപ്പോൾ നീ ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നീ നാടിനും സമൂഹത്തിനും കുടുംബത്തിനും തലമുറകൾക്കൊരു അനുഗ്രഹമായിട്ട് മാറണം. അപ്പോൾ അനുഗ്രഹിക്കുന്നവനാണ് അനുഗ്രഹം കിട്ടും. നമ്മൾ മറ്റുള്ളവർ അനുഗ്രഹിക്കാൻ പഠിക്കണം, ദേശത്തെ അനുഗ്രഹിക്കണം, നന്മയുണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, സമാധാനം അനുഗ്രഹിക്കണം, ആശംസിക്കണം. അപ്പോൾ സമാധാനം ആശംസിക്കുക. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ, പദങ്ങൾ വരാൻ തയ്യാറാകണം. അല്ലാതെ തിന്മയുടെ, നാശത്തിൻ്റെ, അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന വാക്കുകളും ശൈലികളും നമ്മൾ മാറ്റണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് അപകടങ്ങൾ, അനർത്ഥങ്ങളും വന്ന് ഭവിക്കുക. അത് പക്ഷേ വല്ലപ്പോഴും നമ്മൾ ശപിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭയങ്കര വെറുപ്പും വിദ്വേഷവും കുമിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ പകയുണ്ട്. ചില മാതാപിതാക്കളും സഹോദരങ്ങളും വൈദികരോടാകാം, മെത്രാന്മാരോടാകാം, മക്കളോടാകാം, അവർക്ക് പല സമൂഹത്തിന് മുഴുവൻ നമുക്ക് പകയെ. ആ പകയിൽ നിന്നുണ്ടാകുന്നതാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. ചിലപ്പോൾ ശാപവാക്കുകളാകാം. അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ നാവിലോട് വരും. നമ്മുടെ ഉള്ളിൽ വെറുപ്പ്, കരിയാത്ത മുറിവുകൾ, ആന്തരിക മുറിവിൽ നിന്നുണ്ടാകുന്ന പലപ്പോഴും നമ്മുടെ മോശമായ വാക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറിയിട്ട് അവരെ അനുഗ്രഹിച്ചു തുടങ്ങും. അപ്പോൾ അനുഗ്രഹിക്കുന്നതനുസരിച്ചാണ് നമുക്ക് അനുഗ്രഹം കൂടിക്കൊണ്ടിരിക്കും. കൊടുക്കുന്നത് നമുക്ക് ലഭിക്കും. നിങ്ങൾ കൊടുക്കുന്നതോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നോ? ദൈവവചനം പറയുന്നത് നമ്മൾ കൊടുക്കും, നമുക്ക് കിട്ടും. നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് ആണെങ്കിൽ തിരിച്ച് നെഗറ്റീവ് കിട്ടും. നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളുടെ, പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ആണെങ്കിൽ തിരിച്ചും നമുക്ക് നന്മയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയാം.